ഹല്ലേലൂയ. ഇന്ന് ഉടമ്പടി എടുക്കാനുള്ള ഒരു അവസരം ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക, അച്ഛനും അത് തന്നെ പറഞ്ഞ് ആരുടെ മുഖത്തും സന്തോഷമില്ല. അപ്പോൾ ഇത് ആഹ്ലാദിക്കേണ്ട സമയമാണ്, എപ്പോഴും സന്തോഷത്തിൽ. അത് 1 തെസ്സലോനിയ 5:16 പ്രത്യേകം പരിശുദ്ധാത്മാവ് പറയുക, എപ്പോഴും സന്തോഷമായിരിക്കുക. സന്തോഷമായിരിക്കേണ്ട കാരണം വിശ്വാസം തന്നെയാണ്. നമുക്ക് സങ്കടപ്പെടുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ പല വിചാരങ്ങളാണ്, നമുക്ക് സങ്കടങ്ങളാണ്, ഉത്കണ്ഠ. നമ്മൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പല ചിന്തകളാണ്. എനിക്ക് ഈ സംഭവിച്ചു പോയല്ലോ, ഇത് ഞാൻ എങ്ങനെ തരണം ചെയ്യും, ഇതെങ്ങനെ ഇതിലിരുന്ന് ഞാൻ കടന്നു വരും, നാട്ടിലെന്തായിരിക്കും, മക്കൾക്ക് എന്തായിരിക്കും, കടം എങ്ങനെ തീരും, രോഗം എങ്ങനെ മാറും. അപ്പോൾ ഈ വിശ്വാസം, എല്ലാവരും പറയും നമുക്കൊക്കെ വിശ്വാസം വേണം, വിശ്വാസം വേണം. വിശ്വാസം എന്താ? വിശ്വാസത്തിൻ്റെ കണ്ടൻറ്റ് എന്താണ്? 3 കണ്ടൻറ്റ് അതിലുള്ളത്. അത് എപ്പോഴും ശ്രദ്ധിക്കുക. അതിൽ 1 യോഹന്നാൻ 3:20, 1 യോഹന്നാൻ്റെ 3-ാം അധ്യായം 20 എനിക്ക് സംഭവിച്ചിരിക്കുന്ന എല്ലാം എൻ്റെ ദൈവത്തിന് അറിയാം. ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല. എനിക്കോ എൻ്റെ പ്രിയപ്പെട്ടവർക്കോ ഒന്നും സംഭവിക്കില്ല. 2-ാമത്തത് ലൂക്ക 1:37, എൻ്റെ ദൈവത്തെ കൊണ്ട് അസാധ്യം ഒന്നുമില്ല. ഞാനിപ്പോൾ വിഷമിക്കുന്ന കാര്യമെല്ലാം ദൈവം അതിന് ഉത്തരം നൽകും. ദൈവത്തെ കൊണ്ടെല്ലാം സാധ്യമാണ്. പിന്നെ 3-ാമത്തെ റോമ 8:28, എനിക്കിപ്പോൾ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പ്രതികൂലമെന്ന് എനിക്ക് തോന്നുന്നതല്ല, ദൈവം എൻ്റെ നന്മയ്ക്കായി മാറ്റും. ഇത് എവിടെയെങ്കിലും കേട്ടിട്ടില്ല പറയണം. ഇതെല്ലാം എനിക്കങ്ങനെ പറയാൻ തോന്നില്ല. ഞാൻ അനുഭവിച്ചിട്ടുള്ളത് മാത്രമേ എനിക്ക് പറയാൻ തോന്നാറുള്ളൂ. പല കാര്യവും പറയാൻ തോന്നിയാലും ആദ്യം എനിക്ക് അനുഭവം കേട്ടിട്ടേ പിന്നെ പറയാം. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിലൊക്കെ വിഷമിച്ചിട്ടുള്ള കാര്യം, പേടിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ലോകത്ത് ഇതുപോലത്തെ സാഹചര്യം ആർക്കും ഉണ്ടാകില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അത് കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി. അത് അന്ന് ആ വിഷയത്തിൽ കൂടി ഞാൻ കടന്നുപോയത് എൻ്റെ നന്മയ്ക്കാണ്. ഇന്നത് എൻ്റെ നന്മയ്ക്കായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം സത്യമാണ്. അപ്പോൾ എപ്പോഴും വിശ്വാസം ഉള്ളപ്പോൾ ഇത് വിചാരിക്കുക, ഞാൻ വിഷമിക്കുന്നതും ഞാൻ കടന്നു പോകുന്നതെല്ലാം എൻ്റെ ദൈവം അറിയാതെ എനിക്ക് വന്നിട്ടില്ല. എൻ്റെ ദൈവത്തെ കൊണ്ടെല്ലാം സാധ്യമാണ്. എൻ്റെ ദൈവത്തെ കൊണ്ട് മാത്രം സാധ്യമാണ്. ദൈവത്തിന് അറിയാം. ഇതൊരു കാലത്ത് ഇതെൻ്റെ നന്മയ്ക്കായി മാറും. പ്രൈസ് ദി ലോർഡ്. ഇതിൽ ശ്രദ്ധിക്കണേ, ഇങ്ങനെ പറഞ്ഞാലും ദൈവം നോക്കുന്നത്, നമുക്കിത് പറയുമ്പോൾ കേൾക്കാനൊക്കെ സുഖമാണ്, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് ഉടമ്പടിയിലാകുമ്പോൾ നമ്മളെ മൂല്യം വർദ്ധിക്കണം. നമുക്ക് സാധാരണ നമുക്കൊരു വില ഉണ്ടാകും. ഈ ലോകത്തിൽ നമ്മളെല്ലാം ശ്രമിക്കുന്നത്, ഈ ലോകത്തിൽ നമുക്ക് എന്ത് മതിപ്പാണ്, വിലയാണ് ഉള്ളത്. അതുകൊണ്ടാണല്ലോ ഞാൻ സ്വന്തം വീട് വയ്ക്കണം, ബാങ്ക് ബാലൻസ് വേണം, എൻ്റെ മക്കൾ ഈ ലെവലിലേക്ക് പഠിക്കണം. അതൊന്നുമില്ല. അതെല്ലാം അച്ഛൻ പറഞ്ഞ പോലെ എപ്പോഴെങ്കിലൊക്കെ അത് കുറഞ്ഞു പോകും, തീർന്നു പോകും, വീഞ്ഞ് തീർന്ന പോലെ തീർന്നു പോകും. അപ്പോൾ തീരാത്തത് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ വിലയുള്ളവരായി മാറണം. ദൈവത്തിൻ്റെ മുമ്പിൽ വിലയുള്ളവരായി മാറുമ്പോഴത്തേക്കും അത് സംഭവം എന്താണെന്ന് വെച്ചാൽ അത് എപ്പോഴും കുറയില്ല. ഇതിൽ മോശയോട് ദൈവം, നമുക്ക് വില കൂടുമ്പോഴത്തേക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടും. ഇതിൽ 2 കാര്യമാണ്. മോശയുണ്ടായി, ജോഷുവയുണ്ടായി. മോശയോട് ദൈവം പറഞ്ഞത്, അത് പുറപ്പാട് 33:14 പറഞ്ഞത്, ഞാൻ നിൻ്റെ കൂടെ വരാം. പക്ഷെ ജോഷുവയോട് പറഞ്ഞത്, ജോഷുവ 1:9,
ദൈവം പറഞ്ഞത്, നീ പോകുന്ന സ്ഥലത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരാം. അപ്പോൾ ഇതിൽ വ്യത്യാസമുണ്ട്. ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞാലും നീ പോകുന്ന സ്ഥലത്തൊക്കെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. അപ്പോൾ ഇത് ആണ് വ്യത്യാസം. ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോകുന്ന സ്ഥലത്ത് ഞാൻ വരാം, ഇപ്പോൾ വരാം. അപ്പോൾ ദൈവത്തോട് ചോദിച്ചിട്ട് ദൈവത്തിനറിയാം, മോശം വിളിക്കുമ്പോൾ പോകുന്ന ഒരു സ്ഥലമാണ് ഇത്. പോകുന്ന സ്ഥലത്തെല്ലാം ഞാൻ വരാം, ഇത് വാഗ്ദാനമാണ്. ഇത് സംഭവിച്ചെന്താ? ജോഷുവയ്ക്ക് എന്താ വ്യത്യാസം? കൂടാരത്തിൽ ഇരുന്ന് ദൈവത്തോട് സംസാരിച്ച് പ്രാർത്ഥിച്ച് മോശ ഇറങ്ങി വരുമ്പോഴോ ജോഷു അവിടെ കാത്തിരിക്കും. അപ്പോൾ ഈ കാത്തിരിപ്പാണ് നമ്മളെ വില മതിപ്പ് കൂട്ടുന്നത്. അത് സീറാക്ക് 2-ാം അധ്യായം 3-ാം തിരുവചനമാണ്. ഏത് സാഹചര്യത്തിലും സ്റ്റേ വിത്ത് ഗോഡ്. എന്ത് തന്നെ സാഹചര്യം വന്നാലും നമ്മൾ ഇന്ന് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഒരു തീരുമാനം എടുക്കും, ദിവസവും ഉടമ്പടിയിൽ 1/2 മണിക്കൂർ നമുക്ക് ബൈബിൾ വായിക്കാം, അതുപോലെ 2 ആഴ്ച കൂടുമ്പോൾ സംസാരിക്കാം, പ്രാർത്ഥിക്കാം, പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലാം. നമുക്കൊരു വിഷമം വരുമ്പോഴത്തേക്ക് ഇതെല്ലാം നമ്മൾ നിർത്തിക്കളയും. ആദ്യം സംഭവിക്കുന്നത് ഒന്നില്ലെങ്കിൽ നിർത്തും, ഇല്ലെങ്കിൽ സമയം മാറ്റും, വിഷമിക്കും. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. പലവരും പ്രശ്നം വരുമ്പോൾ നിർത്തിക്കളയും. അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലും എന്താ കാര്യമെന്ന് വെച്ചാൽ എല്ലാം ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്, ദൈവം അറിയാതെ എനിക്ക് സംഭവിച്ചിട്ടില്ല. ഇതെപ്പോഴും ഓർക്കണം. എന്ത് തന്നെ സങ്കടം വന്നാലും ഇത് ദൈവം അറിഞ്ഞേ എനിക്ക് തരുള്ളൂ. ഉടമ്പടിയിലുള്ള ഉണ്ടെങ്കിൽ നീ ദൈവത്തിൻ്റെ വസ്തുവാണ്, ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. ദൈവം അറിയാതെ നിനക്ക് ഒന്നും സംഭവിക്കില്ല, അനുവദിക്കില്ല. ദൈവം അനുവദിക്കാതെ നിനക്ക് വരില്ല. അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ ചേർന്നിരിക്കുക, ദൈവത്തെ മറന്നു കളയരുത്. ആ സമയത്തും എങ്ങനെയാണ് ദൈവത്തെ മറക്കാതിരിക്കുക? ദൈവത്തിൻ്റെ കൂടെ ചേർന്നിരിക്കുക എന്ന് പറയുമ്പോൾ ഇത് ഈശോയുടെ നാമത്തിൽ ഏറ്റെടുക്കണം, നന്ദി പറയാൻ പഠിക്കണം. അപ്പോൾ ഒരു ബോധ്യം നിനക്കുണ്ടാകണം, ഇതെൻ്റെ ദൈവത്തിനറിയാം, എന്തോ ഒരു കാരണമുണ്ട്, ഇത് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ ഇത് വന്നിട്ടുള്ളത്, ഇതെന്തെങ്കിലും കാര്യമുണ്ടാകാം. ഇപ്പോൾ ഈ കടബാധ്യതയാകാം, ഒരു പ്രതികൂല സാഹചര്യം ഉണ്ടാകാം. ഇത് എൻ്റെ ദൈവത്തിന് അറിയാം. എപ്പോഴും ഒരു ചെറിയ കാര്യം, ഇപ്പോൾ വീട്ടിൽ നിന്ന് ഫോൺ വിളിക്കുന്നു, ഇവിടെ നിന്ന് നാട്ടിലേക്ക് വിളിക്കുന്നു, ഇപ്പോൾ മക്കളുടെ കാര്യം കേൾക്കാൻ പാടില്ലാത്ത കാര്യം പറയുന്നുമില്ല, നിങ്ങൾ വിഷമിക്കുന്ന കാര്യം പറയുന്നു, അപ്പോഴും നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, നന്ദി പറയുക. ഇതെൻ്റെ ദൈവത്തെ കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. എൻ്റെ കൂടെ എൻ്റെ ദൈവമല്ലേ ഉള്ളത്, അത് ഓർക്കുക. സങ്കടപ്പെടുമ്പോൾ അവിടെ പോയി വില കുറഞ്ഞ് വിശ്വാസം കുറഞ്ഞു. ആ ബോധ്യം പോകുമ്പോഴാണ് ഈ സങ്കടം തന്നെ, അതാണ് വിശ്വാസം കുറയുന്നത്. അപ്പോൾ വില ദൈവത്തിൻ്റെ മുമ്പിൽ മതിപ്പ് കൂട്ടുക, വില സമ്പന്നരാകുക. അത് ലൂക്ക 12:21 ലോകത്തിൽ ഇല്ല നിങ്ങൾ സമ്പന്നരാകേണ്ടിയത്, ദൈവത്തിൻ്റെ മുമ്പിലാണ് സമ്പന്നരാകേണ്ടിയത്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത്, സമ്പന്നരാകേണ്ടത് നിൻ്റെ വിശ്വാസം കുറഞ്ഞു പോകരുത്, വിശ്വാസം വലുതാക്കണം. വിശ്വാസം വലുതാക്കണം. വിശ്വാസം എങ്ങനെയാണ് വലുതാക്കേണ്ടത്? പോയിന്റ് ബൈ പോയിന്റ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. വിശ്വാസം ഇത് റിവൈസ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉടമ്പടിയിൽ നിന്ന് എടുക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതം മാറും, ഞാൻ ഉറപ്പ് തരാം. ജീവിതം മാറും. ഇന്നലത്തതോ ഇതുവരെയുള്ള ആളായിരിക്കില്ല നിങ്ങൾ. സന്തോഷം ഉണ്ടാവും, അധികാരം നിങ്ങൾക്ക് കിട്ടും. അച്ഛൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അധികാരം നിങ്ങൾക്ക് കിട്ടും. ശക്തി ഇറങ്ങി വരും. ദൈവത്തിൻ്റെ അധികാരം ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിൻ്റെ ഉള്ള നമ്മൾ ദൈവ സാന്നിധ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവം നമ്മളെ കൂടെ നമ്മൾ പോകുന്ന സ്ഥലത്തെല്ലാം, നിങ്ങൾ എവിടെയാണ് ജോലി എടുക്കുന്നത്, എവിടെയാണുള്ളത്, നിങ്ങൾക്ക് തോന്നിക്കുക ഞാൻ ലോൺലിയാണ്, ഞാൻ തനിച്ചാണ്, ഒറ്റപ്പെട്ടിരിക്കുകയാണ്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതില്ല, ദൈവം നിൻ്റെ കൂടെ ഉണ്ട്. അത് ഞാൻ പറയാൻ വേണ്ടിയിട്ടോ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഇല്ല, നിങ്ങൾക്കിത് അനുഭവം കിട്ടിയിരിക്കും, ഉറപ്പായിട്ട് കിട്ടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ സമ്പന്നരാകുന്നത്? അതാണ് ആദ്യം പറഞ്ഞത്. ഈ ദൈവത്തിൻ്റെ കൂടെ ചേർന്നിക്കുക. ഏതവസ്ഥയിലും വിഷമിക്കരുത്. വിഷമം വന്നാലും ഈ കാര്യം ഓർക്കുക. ഞാൻ വിശ്വാസത്തിൻ്റെ കണ്ടന്റ് പറഞ്ഞത് ഓർത്ത് നന്ദി പറയാൻ പറ്റണം. അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ ചേർന്നിരിക്കുക.
അന്ന് പറ്റുമെങ്കിൽ 5 മിനിറ്റ് കൂടുതൽ ഈ കഴുത്തിരുന്ന് കൊന്ത് എടുക്കാൻ പഠിക്കണം. ജപമാല കയ്യിലെടുക്കുക. ആ വിഷയം അതാണ് ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുക. ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നത് അതാണ്. ഇല്ലാതെ വിഷമിച്ച് സങ്കടപ്പെട്ട് തളർന്നു പോയി കിടക്കാൻ തോന്നുക, അതൊന്നും ചെയ്യരുത്, കറിയരുത്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് റോമ 4:20 സമ്പന്നർ ആകുന്നത് എങ്ങനെയാണ്? അത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നിന്റെ വിശ്വാസം വലുതാകും. വിശ്വാസം വലുതാക്കണം. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അത് നമുക്ക് സാധിക്കും. സെക്കൻഡ് പോയിന്റ് ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ? ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടത്. ദൈവത്തെ എങ്ങനെയാണ് മഹത്വപ്പെടുത്തേണ്ടത്? അത് യോഹന്നാൻ 17:4 എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തീകരിച്ചുകൊണ്ടാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. പ്രൈസ് ദി ലോർഡ്. ഈശോ പറഞ്ഞ അപ്പം നമ്മളെ ഏൽപ്പിച്ച ജോലി ദൈവം ഏൽപ്പിച്ചതാണ് എന്നുള്ളൊരു ബോധ്യം വേണം. ഒരു മദ്യപാനിയായ ഭർത്താവായിരിക്കാം, അനുസരിക്കാതെ മക്കളാകാം, അടിമത്വത്തിന് ആയിപ്പോയ മക്കളാകാം. അപ്പം ഇതെല്ലാം എന്നെ ഏൽപ്പിച്ചതാണ്. ഇതിനെങ്ങനെ ഒഴിഞ്ഞു മാറാം? ഇല്ല, ഇത് വിട്ട് മനസ്സുകൊണ്ട് നമ്മൾ പുറമേ ഡൈവേഴ്സ് ചെയ്തില്ലെങ്കിലും പലവരും മനസ്സുകൊണ്ട് ഇത് വിട്ട് കളയും. ഡൈവേഴ്സായ പോലെ മക്കളില്ല. ചിലവർക്ക് ഈ ജോലി പിടിക്കില്ല. നമുക്കിപ്പോൾ എങ്ങനെയും ഞാൻ വന്ന് പട്ടുപോയല്ലോ, ഈ ജോലി ഞാൻ ചെയ്യുന്ന സ്ഥലം എനിക്കിഷ്ടപ്പെട്ടില്ല, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അത് ദൈവമഹത്വത്തിനായി മാറ്റുക. എനിക്ക് ദൈവം, എനിക്കിന്ന് നരകമെന്ന് തോന്നിക്കുന്ന സ്ഥലത്ത് ഞാൻ എന്ന് ഇരിക്കണ്ടെങ്കിൽ, ഇല്ല എനിക്കിഷ്ടപ്പെടാത്ത, എന്നെ ഉപദ്രവിക്കുന്ന, എന്നെ മനസ്സുകൊണ്ട് ദ്രോഹിക്കുന്ന ഭർത്താവ്, ഇല്ല ഇഷ്ടപ്പെടാത്ത ജീവിതമാണ് എനിക്ക് കിട്ടിയിരിക്കണമെങ്കിൽ അത് ദൈവം എനിക്ക് വെച്ചിരിക്കുകയാണ്. അത് ഞാൻ പൂർത്തീകരിക്കും. ഞാൻ ഇടയ്ക്ക് വെച്ച് അതെങ്ങനെയാണെന്ന് വെച്ചാൽ പിറുപിറുക്കില്ല, കുറ്റം പറയില്ല. ഈ പിറുപിറുക്കുമ്പോഴാണ് അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യില്ല. പൂർത്തീകരിക്കാൻ ആഗ്രഹമില്ലാത്തവരാണ് പിറുപിറുത്തുകൊണ്ടിരിക്കുന്നത്. കംപ്ലൈൻറ്റ് പറയണം. അച്ഛൻ പറഞ്ഞ പോലെ പല സ്ഥലത്തും വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്യുന്ന, ഇത് ദൈവം തന്ന, ദൈവം എത്ര ദിവസം ഇത് പൂർത്തീകരിക്കാൻ എടുക്കുന്നോ അത്രയും ദിവസം ഞാനിത് ഏറ്റെടുക്കും നന്ദിയോടെ. ഈ കഷ്ടപ്പാടൊക്കെ, ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടൊക്കെ ദൈവമഹത്വത്തിനായി ഞാൻ മാറ്റും. അപ്പം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവും. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളിത് ചെയ്തു നോക്കുക. ഇന്ന് നിങ്ങൾ വെറുത്തുകൊണ്ടിരിക്കുന്നത്, എനിക്കിത് മുറിവായിട്ട് തോന്നിക്കുന്ന കാര്യങ്ങളൊക്കെ, റിജക്റ്റ് ചെയ്യുന്ന കാര്യമൊക്കെ, ഇത് ദൈവ മഹത്വത്തിനായി ഞാൻ ഏറ്റെടുക്കുമെന്ന് തീരുമാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളറിയാതെ ഒരു സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയും, സന്തോഷം നിറയും. അങ്ങനെ ആ വിശ്വാസം. അപ്പം സമ്പന്നരാകുമ്പോഴത്തേക്ക് സമ്പന്നരെന്തിലാണ്? വിശ്വാസത്തിലാണ് സമ്പന്നരാകുന്നത്. ദൈവം കാണുന്നത് നിൻ്റെ വിശ്വാസം എത്ര വലുതാണ്. ഇത് നമുക്കൊരു ഒരു ഉദാഹരണം പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. ആ മാർക്ക് 7-ാം അധ്യായത്തിൽ 24 വെച്ച് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് കാനാകാരി സ്ത്രീ അവിടെ വരുമ്പോഴത്തേക്കും അവളുടെ മകൾക്ക് പിശാച് ബാധിച്ചിരിക്കുക. അപ്പോൾ ആ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് ഈശോ അടുത്ത് വരുന്നത്. കാനാകാരി സ്ത്രീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആദ്യം പ്രാർത്ഥന കേൾക്കില്ല, ദൈവം മറുപടി പറയില്ല. അപ്പോൾ അവളുടെ കയ്യിൽ ആസ്തിയില്ല, ദൈവത്തിൻ്റെ മുമ്പിൽ അവൾ സമ്പന്ന ആയിട്ടില്ല. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന ശിഷ്യന്മാരൊക്കെ ചൊല്ലിയിട്ടും ദൈവം പ്രാർത്ഥന കേൾക്കില്ല. അപ്പോൾ നമുക്ക് സമ്പന്നത ഉണ്ടാകണം അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ. അപ്പോൾ ഇവളെന്താ ചെയ്യുന്നത്? ഇവള് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, പ്രാർത്ഥന കേട്ടില്ല, ശിഷ്യന്മാർ പോയി പറഞ്ഞിട്ടും ഇത് ഒരു മറുപടിയും കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അവൾ ഈശോ അടുത്തിരുന്ന് പോയില്ല, തിരിച്ചു പോയില്ല, മാറിപ്പോയില്ല. നമുക്ക് പലവരും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചില വിഷയം നടന്നില്ലെങ്കിൽ നമ്മൾ വേറെ മാർഗം നോക്കാമെന്ന് പറഞ്ഞു പോകും. വേറെ ഏതെങ്കിലും, നമുക്ക് പ്രാർത്ഥന നടന്നില്ല, ഇനി വേറെ ഏതെങ്കിലും വിഷയം, ആരെങ്കിലും സഹായം ചോദിക്കാം, വേറെ ഏതെങ്കിലും രീതിയിൽ പോകാം, അതിനെ പോകും. അതിനായില്ല. കാരാകാരി ചെയ്തതെന്താ? പോയില്ല, അവിടെ തന്നെ നിന്ന്. അതാണ് സീറാക്ക് പ്രഭാഷകൻ 2:3 പറയുന്നത്. അത് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കണം, വിട്ടു പോകരുത്.
ഏത് സാഹചര്യത്തിലും വിട്ടുപോകരുത്. അത് തന്നെയാണ് വിശ്വാസം നമ്മൾ പറഞ്ഞത്. അത് വിട്ടുപോകാതെ അവിടെ തന്നെ അവൾ നിന്ന് കഴിഞ്ഞപ്പോൾ അപ്പോഴും സമ്പന്ന ആയിട്ടില്ല. അപ്പോൾ അവിടെ സമ്പാദിക്കണമെങ്കിൽ എന്താ ചെയ്തത്? അപ്പോൾ ഈശോ അവളോട് പറയും, ഈ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ എന്താ കിട്ടിയത്? അവൾക്ക് ഇൻസൾട്ടാണ്, അപമാനമാണ് കിട്ടിയത്. ആ ഈശോയുടെ കിട്ടിയത് ഞാൻ പൂർത്തീകരിക്കും. എനിക്ക് എന്ത് കിട്ടിയോ അതാണ് ഞമ്മ റോമ 4:20 പറഞ്ഞത്. ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നത് എനിക്ക് തന്നത് ഞാൻ അത് പൂർത്തീകരിച്ചിട്ടാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. അപ്പോൾ വിശ്വാസം വർദ്ധിക്കും. അങ്ങനെയാണ് സമ്പന്നരാകുന്നത്. അപ്പോൾ അവൾക്ക് കിട്ടിയത് അപമാനമാണ്. അവളെന്താ പറഞ്ഞത്? അവൾ അപ്പോഴും ദേഷ്യപ്പെട്ട് തിരിച്ചു പോയില്ല. അവളെന്ത് ചെയ്ത്? ഈ മേശപ്പുറത്തിരുന്ന് താഴെ വീണത് നായ്ക്കുള്ളതാണ്, ഞാൻ ആയാണെന്ന് ഞാൻ ഏറ്റെടുക്കുകയാണ്. ഈശോയുടെ നാമത്തിൽ, ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവം പറഞ്ഞെങ്കിൽ അത് ഞാൻ ഏറ്റെടുക്കുക. ദൈവം ഇത് തന്നതാണെന്ന് അവൾക്കൊരു ബോധ്യം ഉണ്ടായി. അപ്പോൾ പറഞ്ഞ് നിൻ്റെ വിശ്വാസം വലുത്. അതുവരെ വിശ്വാസം ചെറുതായിരുന്നത് അവൾ സമ്പാദിച്ച് സമ്പന്നരായി കഴിഞ്ഞപ്പോഴത്തേക്കും വിശ്വാസം വലുത്. നിൻ്റെ മകള് സൗഖ്യം പ്രാപിക്കും. നമുക്ക് പലവരിക്കും ദൈവം നിന്നെ സമ്പന്നരാക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ നിനക്ക് അനുവദിച്ച് തരുമ്പോഴത്തേക്കും നമ്മൾ അത് ഏറ്റെടുക്കില്ല, നമ്മൾ റിജക്റ്റ് ചെയ്യും. ഞാൻ ആയാകില്ല, എനിക്ക് അപമാനം വേണ്ട, എനിക്ക് ഈ സഹനം എനിക്ക് വേണ്ട. അത് ദൈവമഹത്വത്തിനായി നിന്നെ സമ്പന്നരാക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നിനക്ക് തരുന്നത്. പല കാര്യവും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു ആസ്തിയാണ്. ആസ്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം നിങ്ങൾക്ക് അനുവദിച്ച് തന്നിരിക്കുകയാണ്. ചിലപ്പോൾ ഭർത്താവെ കൊണ്ടായിരിക്കാം, ജോലി ചെയ്യണ സ്ഥലമായിരിക്കാം, നാട്ടിലായിരിക്കാം, സ്വന്തക്കാരായിരിക്കാം, കടബാധ്യത ആയിരിക്കാം. ഇതെല്ലാം നീ സമ്പന്നരാകാൻ വേണ്ടിയിട്ടാണ്. ദൈവം നിൻ്റെ കൂടെ പോകുന്ന സ്ഥലത്തൊക്കെ നിൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമത്തത് നമ്മൾ എന്ത് ചെയ്താലും ജോഷുവ 24:14 ഇതാണ് സമ്പന്നരാകാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മളൊക്കെ പലവരും നമ്മളൊരു കടം പോലെയാണ് നമ്മൾ ചെയ്യണം. കുർബാനയ്ക്ക് പോകുന്നതായാലും ശരി, ബൈബിൾ വായിക്കുന്നതായാലും ശരി, ഈ ജപമാല ചൊല്ലുമ്പോഴും ഇത് ഒരു റിച്വലാണ്, ചെയ്ത് തീർക്കണം. ഇതൊരു കടമാണ് എൻ്റെ. അങ്ങനെയില്ല. ഈ ജോഷുവ 24:14 പറയുന്നത്, നീ ദൈവത്തെ സേവിക്കുമ്പോൾ അത് ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെയാണ് നീ ചെയ്യേണ്ടത്. ആത്മാർത്ഥതയും വിശ്വസ്തത അതിലുണ്ടാകണം. എപ്പോഴും ആത്മാർത്ഥതയാണ് ദൈവത്തിന് ഒന്നാം സ്ഥാനം. ദൈവത്തിന് ആത്മാർത്ഥത. അത് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രവൃത്തിയിൽ ആത്മാർത്ഥതയും വിശ്വസ്തതയും ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കമ്പ്യൂട്ടറിൽ റീഡ് ചെയ്യും. അപ്പം റീഡ് ചെയ്യും നീ ചെയ്യുന്നത് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ. ഇത് ആത്മാർത്ഥത എന്താണെന്ന് ഞാൻ ഹൈന്ദവനാണ്. ഞാൻ ഇന്നലെ എൻ്റെ സാക്ഷ്യം പറഞ്ഞായിരുന്നു. പക്ഷെ എന്നെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ എനിക്കൊരു യോഗ്യതയില്ല. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ അമ്മ മാതാവിനെ ഞാൻ കൂടെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇതിൽ ആത്മാർത്ഥത എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു ഗ്രേസാണ്. ഞാൻ ആഗ്രഹിക്കണം, ഞാൻ അറിയാതെ. ഞാൻ പണ്ട് 2003 കൃപാസനത്തിൽ പോകുന്നത്. 2004 കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ജ്ഞാനസ്ഥാനമൊന്നും എടുത്തില്ല. 2011 ഇവിടെ ജോർദൻ നദി വെച്ചാണ് ഈശോ എനിക്ക് ജ്ഞാനസ്ഥാനം തന്നത്. ഇവിടെ വെച്ചിട്ടാണ് എനിക്ക് എൻ്റെ കുടുംബത്തിലും 4 പേർക്ക് ഇവിടെ വെച്ചാൽ തന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞത് ഇപ്പം ഇല്ല പറയേണ്ടി. എൻ്റെ സ്പീച്ചിലുണ്ടാവും, യൂട്യൂബിൽ എൻ്റെ സാക്ഷ്യത്തിൽ അതിനെക്കുറിച്ച് ഞാൻ 1-2 പ്രാവശ്യം കുറേ പറഞ്ഞു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ 2004-05 ആയപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞ് കൃപാസനത്തിൽ കൗൺസിലിംഗ് കൊടുക്കണം എന്ന് എന്നോട് പറഞ്ഞു. കൗൺസിലിംഗ് അറിയില്ലെങ്കിലും അച്ഛൻ പറഞ്ഞ് ഈശോനെ കുറിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയി. കൗൺസിലിംഗ് ഞാൻ എവിടെയും പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ 2ാം ചൊവ്വാഴ്ചയാണ് കൗൺസിലിംഗ്. ഞാൻ കോയമ്പത്തൂർ താമസിക്കുന്നത്. അപ്പോൾ അവിടെ 2005 തുടങ്ങി. 2007 അതിനു മുമ്പ് കൊച്ചിയിൽ താമസിച്ച് 2007 കോയമ്പത്തൂർ പോയി. 2007 ഞാൻ എന്ത് ചെയ്യും, തിങ്കളാഴ്ച വൈകുന്നേരം ട്രെയിനിൽ ഇവിടെ കൃപാസനത്തേക്ക് വരും. ചൊവ്വാഴ്ച കൗൺസിലിംഗ് കഴിഞ്ഞ് 5 മണിക്ക് ഞാൻ തിരിച്ചു പോകും. അപ്പോൾ എൻ്റെ മോൻ ചെറുതാണ്. അവൻ 1ൽ പഠിക്കുക. അവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞായറാഴ്ച ആകുമ്പോഴേ കരച്ചിൽ തുടങ്ങും.
ഞാൻ തിങ്കളാഴ്ച നാട്ടിൽ പോകുന്നത് കണ്ടിട്ട് പോകണ്ടെന്ന് പറയും, അല്ലെങ്കിൽ ഞാനും എന്നെന്ന് പറയും. ഞായറാഴ്ച തൊട്ടേ കരച്ചിലാണ്. അപ്പോൾ ഇതെനിക്കറിയാം. അപ്പോൾ ഒരാഴ്ച ഇതുപോലെ തന്നെ തിങ്കളാഴ്ച കാലത്തെ ആയപ്പോൾ അവൻ കാലത്തെ എണിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വയറുവേദന എടുക്കണം എന്ന് പറഞ്ഞ് അവൻ കരഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ കൂടെ എനിക്ക് തോന്നി എല്ലാ പ്രാവശ്യവും പോലെ എൻ്റെ കൂടെ ഒന്നില്ലെങ്കിൽ എന്നെ പോകണ്ടെന്ന് വെക്കാനോ ഇല്ലെങ്കിൽ എൻ്റെ കൂടെ വരണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സ്കൂളിൽ പോകണില്ലെന്ന് പറഞ്ഞു. ഞാൻ അവനെ വഴക്ക് പറഞ്ഞ് അവനിക്ക് ഭയങ്കര സങ്കടമാണ്. ഞാൻ വഴക്ക് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ സ്കൂൾ ബസ് വന്ന്, സ്കൂളിൻ്റെ വാൻ വന്ന് അവൻ സ്കൂളിലേക്ക് പോയി. ഞാൻ എനിക്കവിടെ തോട്ടവും ഹോട്ടലൊക്കെ ഇട്ട്, അപ്പോൾ ഞാൻ എൻ്റെ ഹോട്ടലൊക്കെ പോയിട്ട് 6 മണിക്ക് തിരിച്ചു വന്നു. അപ്പോൾ രാത്രി കാർ ഡ്രൈവ് ചെയ്ത് പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ട്രെയിനിൽ പോകുന്നത്. അപ്പോൾ ട്രെയിൻ അവിടെ 10 മണിക്കാണ്. എറണാകുളം വന്നിട്ട് എറണാകുളത്ത് നിന്ന് കൃപാസനത്തേക്ക് പോകണം. അപ്പോൾ ഞാനെന്ത് ചെയ്ത് 6 മണിക്ക് വന്നപ്പോൾ അവൻ കളിക്കാൻ പോയിട്ടില്ല. അവൻ സോഫയിൽ ഇങ്ങനെ കിടക്കുക. സോഫയിൽ കിടന്നിട്ട് ഞാൻ പോയിട്ട് എന്താടാ നീ ഇന്ന് കളിക്കാൻ പോയില്ല എന്ന് അവനെ വിളിക്കുമ്പോൾ അപ്പോഴാണ് അവൻ വയറെ പിടിച്ചിട്ട് പറഞ്ഞത്, എനിക്ക് വയറുവേദന എടുക്കണം എന്ന് പറഞ്ഞിട്ട് കണ്ണീർന്ന് ഇങ്ങനെ വെള്ളം വരിക. ഞാൻ വഴക്ക് പറയുമെന്ന് പേടിച്ചിട്ട് അവൻ കരയാത്തത്. അപ്പോൾ എനിക്ക് തോന്നി കാര്യമായിട്ട് വേദന ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എടുത്തിട്ട് പീഡിയാട്രിഷ്യൻ്റെ അടുത്ത് പോയി, അടുത്ത ഹോസ്പിറ്റലിൽ അവർ പോയി പ്രസ് ചെയ്ത് നോക്കിയിട്ട് ഇപ്പം തന്നെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത സ്കാൻ ഉണ്ട്. അവിടെ സ്കാൻ പോയി ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും 5 മുഴ ഇരിക്കുക, അതിൽ ഒരെണ്ണം ഇൻഫെക്ഷനായിരിക്കുക, അത് ബ്ലീഡ് ചെയ്യണ രീതിയിലിരിക്കുക. അപ്പോൾ ഡോക്ടർ അവിടെ നിന്ന് തന്നെ ഡോക്ടറെ വിളിച്ച് പറഞ്ഞ്, ആ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് തൊട്ടടുത്ത് അവിടുത്തെ വലിയ ഹോസ്പിറ്റലുണ്ട്, ഗ്യാസ്ട്രോഎൻട്രോളജി ഹോസ്പിറ്റലുണ്ട്, ജെം ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ്, ഇപ്പം തന്നെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യണോ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 9 മണിയായിട്ടുണ്ട്. എനിക്ക് 10:10 ട്രെയിൻ തോന്നുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ എപ്പോഴും എന്ത് കാര്യം കിട്ടിയാലും പണ്ട് തൊട്ടേയുള്ള സ്വഭാവമാണ്, പോയിട്ട് ബൈബിൾ എടുക്കും. എന്നിട്ട് മാതാവിൻ്റെ മുമ്പിൽ, എൻ്റെ പ്രാർത്ഥനാ മുറി മുകളിലത്തെ മുറിയാണ്, അവിടെ പോകും. ഞാൻ വീട്ടിൽ പോയിട്ട് ഇത് വൈഫിനോടൊന്നും പറഞ്ഞില്ല. അവർ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ഒരു ലെറ്റർ ഡോക്ടർ തന്നിട്ടുണ്ട്. അവിടെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഡോക്ടറിന് ഒരു ലെറ്റർ എഴുതി കൊടുത്തിരിക്കുക. ഞാനെന്ത് ചെയ്ത് നേരെ വീട്ടിൽ പോയി ഇവനെ ആക്കിയിട്ട് മുറിയിൽ പോയി ഞാൻ മുട്ടിപ്പോയി നിൽക്കുക. അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയ ഇത്രയും കാലമായിട്ട് ഞാൻ 2004 മുതൽ കൗൺസിലിങ്ങും ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് കൃപാസനത്തിൽ പോയാൽ ഇന്ന് മുടങ്ങുമല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിൽ തോന്നി, ഇതെല്ലാം അമ്മ മാതാവാണ് എനിക്ക് എൻ്റെ ജീവിതം തന്നത്. ഞാൻ പറഞ്ഞ് എന്തായാലും മാതാവേ ഞാൻ അങ്ങോട്ട് വരെയാണ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൻ്റെ അകത്ത് മാതാവ് സംസാരിക്കുക, നീ എൻ്റെ ജോലി ചെയ്യുമ്പോൾ നിൻ്റെ ജോലി ഞാൻ നോക്കിക്കൊള്ളാം. അത് സ്വരമൊന്നും കേട്ടില്ല, മനസ്സിൻ്റെ അകത്ത് ആ സ്വരം കേൾക്കുന്നത്. ഞാൻ വൈഫിനോടൊന്നും പറഞ്ഞില്ല. വൈഫിനോട് ഞാൻ പറഞ്ഞ തൊട്ടടുത്ത് 1 കിലോമീറ്ററിൽ വൈഫിൻ്റെ വീടുണ്ട്, അവരുടെ അനിയത്തി എല്ലാവരും ഉണ്ട്. ഞാൻ പറഞ്ഞ് ഇനി അവൻ കറഞ്ഞ ഈ ലെറ്ററായിട്ട് ജെം ഹോസ്പിറ്റലിൽ പോകും. ആ ഡോക്ടർ അത് ജെം ഹോസ്പിറ്റൽ എന്തിനാന്ന് പറഞ്ഞാൽ അവിടെ പേടിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ് രാത്രിയും പകലും ഈ ഹോസ്പിറ്റലേ ഉണ്ടാവുള്ളൂ, അത് വലിയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്, അവിടെ പോയാൽ മതി. വേറെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചപ്പോൾ എനിക്ക് കൃപാസനം അത്യാവശ്യം പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബാഗ് എടുത്ത് അങ്ങോട്ട് പോയി. എന്നിട്ട് അടുത്ത ദിവസം കാലത്തെ ശുശ്രൂഷ തുടങ്ങി. ഞാൻ എൻ്റെ മൊബൈൽ സൈലൻറ്റിലാക്കി വെച്ചിട്ട് പോയി. 5 മണി വരെ ആണ് അവിടെ ശുശ്രൂഷ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവൻ കറഞ്ഞ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോയിക്കോന്ന്. ഇത് ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഞാൻ മൊബൈലെടുത്ത് നോക്കുമ്പോഴത്തേക്കും ഒരു മിസ് കോൾ പോലും കാണുന്നില്ല. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു ഒരു 10-20 മിസ് കോൾ കാണും, ഇവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും, പ്രശ്നമായി എന്നൊക്കെ. ഒരെണ്ണം പോലും കണ്ടില്ല. ഞാൻ അന്ന് രാത്രി പോയി. ചൊവ്വാഴ്ച എത്തി, ബുധനാഴ്ച കാലത്തെ. അപ്പോൾ വൈഫ് പറഞ്ഞ് അവൻ കിടന്നുറങ്ങിയാണ്, ഇന്നലെ തന്നെ ഗുളികയും കൊടുത്ത് കിടന്നുറങ്ങി. ഞാൻ പറഞ്ഞില്ല, കാലത്തെ നമുക്ക് ജെം ഹോസ്പിറ്റലിൽ പോകണം, ഡോക്ടർ ഈ ലെറ്റർ അവിടെ കൊടുക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് ഇവളെയും വിളിച്ചുകൊണ്ട് 7 മണിക്ക് ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ അവിടെ നോക്കി ഉടനെ നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റാൻ പറഞ്ഞിട്ട് അപ്പോഴാണ് വൈഫിനോട് കാര്യം പറയണത്. അപ്പോൾ അവൾ കരച്ചിലായി. അപ്പോൾ ഹൈ റെസൊണൻസ് സ്കാൻ എന്ന് പറഞ്ഞ് ഓപ്പറേഷന് മുമ്പേ ഒരു സ്കാൻ എടുക്കണം. അപ്പോൾ അത് എടുത്തിട്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുക.
ഡോക്ടറിൻ്റെ റൂമിൻ്റെ പുറത്ത്. ഡോക്ടർ കുറേ നേരം നോക്കിയിട്ട് സ്കാനൊക്കെ എടുത്തിട്ട് വന്ന് നോക്കിയിട്ട് എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞ് ഇതിലെന്തോ പ്രശ്നമുണ്ട്, ഈ സ്കാനിൽ മുഴയുണ്ട്, ഈ സ്കാനിൽ മുഴയില്ലെന്ന്. 5 അപ്പോൾ ഇതാണ് സംരക്ഷണം. ദൈവത്തിൻ്റെ നീ പോകുന്ന സ്ഥലത്തെല്ലാം ഞാൻ വരും. കൃപാസനയിൽ പോയപ്പോൾ അവിടെയും വന്ന്, ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെയും വന്ന്. അതിൽ നിനക്ക് ആവശ്യമുള്ളത് ആത്മാർത്ഥതയാണ്. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ അത് ആത്മാർത്ഥതയിൽ എടുക്കണം. അല്ലാതെ ഇതൊരു ചടങ്ങായിട്ടോ ഇങ്ങനെ ഒരു ദൈവമായിട്ടൊരു കടം ഉടമ്പടിയെടുത്ത് ഞാൻ ഇത് ചെയ്ത് തീർത്താൽ ദൈവം എനിക്ക് ചെയ്യും. ഇതൊരു ബന്ധത്തിൻ്റെ കാര്യമാണ്, ദൈവമായിട്ടുള്ളൊരു ബന്ധമാണ് ആത്മാർത്ഥത. പ്രൈസ് ലോർഡ്. പിന്നെ 4ാമത്തെ കാര്യം, നമുക്ക് സമ്പന്നരാകണമെന്നുണ്ടെങ്കിൽ ഞാൻ 4 കാര്യമാണ് ഇന്ന് പറഞ്ഞത്. ഒന്ന്, സ്റ്റേ വിത്ത് ഗോഡ്, എപ്പോഴും ദൈവത്തിൻ്റെ കൂടെ നിൽക്കുക, ഏത് സാഹചര്യത്തിലും ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുക. 2ാമത്തത് ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞത്, റോമ 4:20, നമുക്ക് എന്ത് വന്നാലും, പ്രതികൂല സാഹചര്യം വന്നാലും അത് ദൈവമഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. അപ്പം നിൻ്റെ വിശ്വാസം വർദ്ധിക്കും. അതെങ്ങനെയാണ് ദൈവമഹത്വം, എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക? അത് യോഹന്നാൻ 17:4, എനിക്ക് വന്നതെല്ലാം, എനിക്ക് തന്നതെല്ലാം ഞാൻ പൂർത്തീകരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈശോദാ പറഞ്ഞ, ഞാൻ നിൻ്റെ ജോലി പൂർത്തീകരിച്ചിട്ട് നിന്നെ ഞാൻ മഹത്വപ്പെടുത്തി. 4ാമത്തത്, ചെയ്യുന്നതെല്ലാം ആത്മാർത്ഥതയോടെ ചെയ്യുക. ജോഷുവ 24:14. മൂന്നാമത്തതാണ് ജോഷുവ 24:14. 4ാമത്തത്, നിൻ്റെ ചിന്ത എപ്പോഴും സ്വർഗത്തിലേക്ക് ഉള്ള ചിന്തയായിരിക്കണം. ലോകം ഇതിനെങ്ങനെ കാണണം ആയിരിക്കരുത് നിൻ്റെ ചിന്ത. കൊളോസ്യർ 3:2, 3-ാം തിരുവചനം. അപ്പോൾ 4ാമത്തെ വിഷയം, എപ്പോഴും ഇത് സ്വർഗം എങ്ങനെ കാണണം, ദൈവം എങ്ങനെ കാണണം. നമുക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ലോകം അയ്യോ നിനക്കിങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്ന് കാണുമ്പോൾ നമുക്ക് സങ്കടമായി, പ്രശ്നമായി. ഇതിനെ ലോകം ഇങ്ങനെ കാണണം, എനിക്ക് എൻ്റെ ജോലി വിട്ടുപോയി, ഞാൻ നാട്ടിൽ പോയി എങ്ങനെ ജീവിക്കും, ലോകം എന്ത് പറയും, ഇവർ ആ ജോലിയെ വിട്ട് ഇവരെങ്ങനെ ജീവിക്കാൻ പോകണം. സ്വർഗം എങ്ങനെ കാണുന്നു, അതിലാണ് നിൻ്റെ വിഷയം. സ്വർഗം കാണേണ്ടത് നിൻ്റെ കൃപയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം. പലപ്പോഴും നമ്മൾ ചിലപ്പോൾ വിസ ക്യാൻസലാകുന്നത് ഇത് സ്വർഗം കണ്ടിട്ടുള്ളത്. ചിലപ്പോൾ ഞാൻ നാട്ടിൽ പോയിട്ട് എൻ്റെ ഫാമിലിക്ക്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ മക്കൾക്ക് എൻ്റെ ആവശ്യമുണ്ട്, ഞാൻ ദിവസവും കുർബാനയ്ക്ക് പോകണം. എല്ലാവരെയും കാര്യമില്ല ഞാൻ പറയണം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇതിനെങ്ങനെയാണ് സ്വർഗം കാണുന്നത്? സ്വർഗം കാണേണ്ടത് കാണുന്നത് നിൻ്റെ കടം തീരാനോ ഇല്ല നിൻ്റെ പ്രശ്നം തീരാനോ ഈ കാറ് വാങ്ങിച്ച് ബംഗ്ലാവ് വയ്ക്കണമെന്നൊന്നുമില്ല. സ്വർഗം കാണുന്നത് നിത്യജീവൻ നിനക്കുണ്ടായില്ല, അതിനെ ഈ സമ്പാദിച്ചിട്ടുണ്ടായില്ല. അവരാണ് സമ്പന്നർ. സ്വർഗത്തിന് മുമ്പിൽ സമ്പന്നരാകുന്ന എങ്ങനെയാണ്? നിനക്ക് നിത്യജീവനുള്ള സ്വത്തുണ്ട, ആസ്തിയുണ്ട. അതാണ് എപ്പോഴും വേണ്ടിയത്. ഇത് എപ്പോഴും അതാണ് ചിന്ത, സ്വർഗത്തിൻ്റെ ചിന്തയായിരിക്കണം. സ്വർഗം എങ്ങനെ കാണണമെന്ന്. ഇത് ഞാൻ ഹൈന്ദവനാ, അച്ഛൻ ജ്ഞാനസ്ഥാനമൊന്നും എടുത്തിട്ടില്ല. അച്ഛൻ ആർമിയിലായിരുന്നു. അപ്പോൾ അമ്മ 97 മരിച്ച്, അച്ഛൻ 2009. അച്ഛൻ മരിക്കുന്ന ദിവസം ഞാൻ ഇതേപോലെ എൻ്റെ ഹോട്ടലിലായിരുന്നു. അപ്പോൾ ഞാൻ ഈശോനെ കുറിച്ചൊക്കെ അച്ഛന് 1-2 പ്രാവശ്യം പറയുമ്പോൾ അച്ഛൻ അതൊന്നും മൈൻഡ് ചെയ്യില്ല. അച്ഛൻ ആർമിയിലായതുകൊണ്ട് അമ്മയും മരിച്ചപ്പോൾ മദ്യപാനം ആയിരുന്നു. ഞാൻ എത്ര തടഞ്ഞാലും എങ്ങനെയൊക്കെ എടുത്ത് കുടിക്കുമായിരുന്നു, പാവമായിരുന്നു. അപ്പോൾ എനിക്ക് ഇന്ന് പറയാം നാളെ പറയാമെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ സാധിച്ചിട്ടില്ല, കാര്യമായിട്ടൊന്നും പറയാൻ സാധിച്ചില്ല. അച്ഛന് ഇതുപോലും അറിയില്ല എനിക്ക് മാതാവിൽ വിശ്വാസമാണ്, ഈശോയിൽ വിശ്വാസമാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇരിക്കുമ്പോൾ എൻ്റെ വൈഫ് വിളിച്ച്, അച്ഛൻ ഇങ്ങനെ കുഴഞ്ഞ് വീണ് എന്ന് പറഞ്ഞ്. ഞാൻ ഹോട്ടലിലിരിക്കും, ഹോട്ടലിൻ്റെ ബാക്കിൽ തന്നെ അവിടെ ഹോസ്പിറ്റലാണ്, ഈ പെരിയോള ഹോസ്പിറ്റൽ. ഞാൻ അവിടെ ആംബുലൻസ് വിളിച്ച് പറഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഈ അച്ഛന് അവസാന ശ്വാസം എടുത്തുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നി മരിക്കുകയാണെന്ന്. ആംബുലൻസ് എത്തിയിട്ടില്ല. ഞാൻ അപ്പം തന്നെ എൻ്റെ മനസ്സിൽ തോന്നി, ഞാൻ ഇതുവരെ ഈശോനെ പറഞ്ഞു കൊടുത്തില്ലല്ലോ ദൈവമേ, അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ പോവില്ലേ, എൻ്റെ കയ്യിൽ നിന്ന് പോവില്ലേ എന്ന് ആ തോന്നലത് മാതാവ് തോന്നിച്ചതാണ്. ഇതാണ് ചിന്ത, സ്വർഗത്തിലേക്കായിരിക്കുമെന്ന്. ഞാൻ ഭാര്യയോട് പറഞ്ഞ, പെട്ടെന്ന് നീ ബൈബിൾ എടുക്കുക, അച്ഛനെ തമിഴെ അറിയാം, തമിഴ് ബൈബിൾ എടുക്കുക.
തമിഴ് ബൈബിൾ എടുത്തിട്ട് കിട്ടുന്ന പേജ് എടുത്ത് വായിക്കുമെന്ന് പറഞ്ഞു. അത് റോമ 10:17 വിശ്വാസം കിട്ടുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ, ഈശോയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അത് നിത്യജീവൻ ലഭിക്കും. ഈശോനെ അറിയുന്നതാണ് നിത്യജീവൻ. അത് യോഹന്നാൻ 17:3 10:17 കേൾവി കൊണ്ട് ആ വിശ്വാസം ലഭിക്കാവുന്നു. അപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ തോന്നിയിട്ട് ഞാൻ പറഞ്ഞ് കിട്ടുന്ന ഭാഗം എടുത്ത് വായിക്കണം. അവിടെ ഉറക്കെ വായിച്ച്, ചെവിയുടെ അടുത്ത് വെച്ചിട്ട് ഉറക്കെ വായിച്ച്. അച്ഛൻ മരിച്ച്, അപ്പോൾ ആംബുലൻസ് പുറയിൽ വന്നു. അതൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ മുകളിലേക്ക് മുറിയിൽ പോയി. ഞാൻ മുറിയിൽ പോയിട്ട് അമ്മയോട് ചോദിച്ചു, മുട്ടിപ്പേ നിന്ന് ചോദിച്ചു. ഞാൻ ആരെയും അറിയിച്ചില്ല, ഒരാളെയും അറിയിച്ചില്ല. അച്ഛനിങ്ങനെ മരിച്ചിരിക്കുക അവിടെ. ഞാൻ ഒരാളെ അറിയിക്കാതെ മുകളിൽ മുറിയിൽ പോയി മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് ഞാൻ ചോദിച്ചു, അച്ഛൻ ഒരു ചെറിയ കുഞ്ഞ് ജനിക്കുന്ന പോലെ ഞാൻ സ്ഥലം എടുത്തിട്ടില്ല, പക്ഷേ അച്ഛൻ പോയില്ല എൻ്റെ കൈ വിട്ട്, എന്ത് ചെയ്യും? ഞാൻ വിശ്വാസത്തിലാണ്, എനിക്ക് സ്ഥലം എടുക്കാനുള്ള സമയമുണ്ട്, പക്ഷെ അച്ഛന് സഹായിച്ചില്ലല്ലോ. പക്ഷെ ഞാൻ വചനം കേൾപ്പിച്ചിട്ടുണ്ട് കേട്ടോ, നിനക്ക് അച്ഛന് നിത്യജീവൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും കണ്ണും പൂട്ടി വിശ്വാസപ്രാണം ചൊല്ലി ബൈബിള് തുറന്നു നോക്കും. ഞാൻ കണ്ണും പൂട്ടി മാതാവേ നീ സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ കണ്ണും പൂട്ടി വിരൽ വെച്ചത് തുറന്നു നോക്കിയപ്പോഴത്തേക്കും 2 കൊരിന്ത്യർ 4:14 മരിച്ചവരിലിരുന്ന് ഈശോനെ ഉയർപ്പിച്ച ദൈവം നിന്നെയും ഉയർപ്പിക്കും, അത് നിനക്ക് വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ അച്ഛനെ ഉയർപ്പിക്കും എന്നാണ് എനിക്ക് വചനം കിട്ടിയത്. അത് വചനം കിട്ടിയ ഇത് വചനമായി പോകുന്ന ദൈവത്തിന് അറിയണമുണ്ട്. അന്ന് ജ്ഞാനസ്ഥാനം എടുത്തില്ല. ഞാൻ മുകളിലത്തെ മുറിയിൽ അവിടെ ഒരു ബെഡുണ്ട്. 3-ാമത്തെ ദിവസം ഞാൻ അവിടെ കടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പകുതി ഉറങ്ങി കണ്ണ് തുറന്നിരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ, അതുവരെ അച്ഛനെ എൻ്റെ ജീവിതത്തിൽ അച്ഛൻ കുറച്ച് സ്ട്രിക്റ്റാണ്, ചിരിച്ച മുഖം ഞാൻ കണ്ടിട്ടില്ല. അമ്മ മരിച്ചതിന് ശേഷം തീരെയില്ല. പക്ഷെ അച്ഛൻ തിളങ്ങി നിൽക്കുക, ഇങ്ങനെ മുഖത്ത് സന്തോഷം. എന്നെ ഇങ്ങനെ അടുത്ത് വന്ന് തൊട്ടില്ലെന്ന് പറഞ്ഞ് എന്നോട് പറയുക, നന്ദിയുണ്ടെന്ന് എന്നോട് പറയുക. അത് ഞാൻ അച്ഛനെ, എനിക്ക് ദൈവം എനിക്ക് കാണിച്ചു തന്നു. അച്ഛനെ ഉയർത്തി എണിപ്പിച്ച എൻ്റെ ദൈവം. അത് നിൻ്റെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിൻ്റെ ചിന്ത സ്വർഗത്തെ നോക്കിയായിരിക്കണം. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. അതാണ് കുറേ കാര്യം ഇവിടെ വന്നിട്ട് എനിക്ക് നല്ല കുറേ പറയണമെന്നുണ്ട്, കുറേ സംസാരിക്കണമെന്നുണ്ട്. ഒരു കാര്യം ഇവിടെ, സ്റ്റേ വിത്ത് ഗോഡ്, ദൈവത്തിൻ്റെ കൂടെ ചേർന്നിക്കാമെന്ന് പറയുക. അതിനുള്ള അനുഭവം മാത്രമേ ഞാൻ പറഞ്ഞില്ല, അതുകൂടി പറഞ്ഞേക്കാം. അനുഭവം ഇങ്ങനെ തന്നിട്ടുണ്ട്, ദൈവം ഇങ്ങനെ കുറേ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് സാഹചര്യത്തിലും, പ്രതികൂല സാഹചര്യത്തിലും ദൈവത്തിൻ്റെ കൂടെ ചേർന്നിരിക്കുമ്പോൾ ദൈവം ചതിക്കാൻ അറിയില്ല. അത് പ്രത്യാശയാണ്. പ്രതികൂല സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ കൂടെ ചേർന്നിരിക്കുന്നത് പ്രത്യാശയാണ്. റോമ 5:5 പറയുന്നത്, പ്രത്യാശയുള്ളവർ ഒരിക്കലും നിരാശപ്പെടില്ല. പ്രത്യാശ, അത് സ്റ്റേ വിത്ത് ഗോഡാണ്, ദൈവത്തിൻ്റെ കൂടെ ചേർന്നിരിക്കുക. ഇത് എനിക്ക് കോയമ്പത്തൂരിലൊരു ഹോട്ടൽ ആദ്യം വാങ്ങിച്ചപ്പോൾ ഹോട്ടലിൻ്റെ സ്ഥലം മാത്രം കിട്ടി, പാർക്കിംഗ് സ്പേസ് ഇല്ല. അപ്പോൾ തൊട്ടടുത്ത് അവർ സ്ഥലം വിൽക്കില്ല. ഞാൻ പലപ്പോഴും അച്ഛനും ഞാനും ഡിസ്കസ് ചെയ്യുമ്പോൾ അച്ഛനോട് ഞാൻ പ്രാർത്ഥിക്കാൻ പറയും, നമുക്ക് എന്തായാലും ഇത് ഹോട്ടൽ കെട്ടിപ്പോയി, അപ്പോൾ പാർക്കിങ്ങിന് തികയില്ല, തൊട്ടടുത്ത സ്ഥലം വേണം. അപ്പോൾ ഇത് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്കും തൊട്ടടുത്ത് 2009 ആ സമയത്ത് എനിക്ക് 2008 ഒരു ഇൻകം ടാക്സ് റെയ്ഡൊക്കെ ആയി, കുറച്ച് സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോഴാണ് ആ തൊട്ടടുത്ത് വീട്ടുകാരൻ വന്ന് പറയണത്, എൻ്റെ ആ ഹോട്ടലിൻ്റെ ജസ്റ്റ് ബാക്ക് സൈഡ് അവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്, KG ഹോസ്പിറ്റലിന്. അവർക്ക് ഈ സ്ഥലം ആവശ്യമുണ്ട്. അവർ വന്ന് ഈ സ്ഥലം വില പറഞ്ഞിരിക്കുക, അവരെന്ത് വില വേണമെങ്കിലും കൊടുക്കും. പക്ഷേ അവരുമായിട്ട് പ്രശ്നമാണ്. അവർ ജനറേറ്റർ ഇവരുടെ സ്ഥലത്തിൻ്റെ അടുത്ത് വെച്ചുകൊണ്ട് എന്തോ പ്രശ്നമായിട്ടുണ്ട്. അപ്പോൾ അയാൾ എന്നോട് വന്ന് പറഞ്ഞ്, ഈ സ്ഥലം ഞാൻ നിങ്ങൾക്ക് തരാം, ഞങ്ങൾ ഇവിടെ നിന്ന് ബാംഗ്ലൂർ പോയാണ്, ഇത് ബാക്കിൽ KGക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളെക്കാളും ഞാൻ വില കൂടുതൽ ചോദിച്ചാലും കിട്ടും എന്ന് പറഞ്ഞ് അയാളൊരു വില ഉറപ്പിച്ചു. ഞാൻ അപ്പം തന്നെ അച്ഛനെ വിളിച്ചതിന്, സാറിന് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലുമ്പോൾ മെസ്സേജ് എടുത്ത് പറയും. അപ്പോൾ മെസ്സേജ് കിട്ടിയത് പർച്ചേസ് എനിവേ, എങ്ങനെയും വാങ്ങിക്കുക എന്ന് പറഞ്ഞ മെസ്സേജ്. അപ്പോൾ
ഈ ഞാൻ കുറേ കുരുമുളക് സ്റ്റോക്ക് വെച്ചിരുന്നു, അതെല്ലാം വിറ്റ് കഴിഞ്ഞപ്പോഴും എനിക്കൊരു 1.5 കോടി രൂപയുടെ ഷോർട്ടേജ് വന്നു. അപ്പോൾ ഇയാൾ ഈ സ്ഥലം എനിക്ക് വിറ്റ ആൾ പറയുക 50 ലക്ഷം രൂപ അഡ്വാൻസ് തരും, അതിന് എഗ്രിമെൻ്റ് ഒന്നും ചെയ്യില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അയാൾ പറയണത് 25 ദിവസം സമയമുണ്ട്, അതിനകത്ത് ബാക്കി കാശും കൊടുത്ത് എനിക്ക് വേറെ സ്ഥലം വാങ്ങിക്കണം. നിങ്ങൾ തന്നെ ഈ 50 ലക്ഷം ഞാൻ വേറെ അഡ്വാൻസ് കൊടുക്കും, നിങ്ങൾ തന്നെ കാശ് അവിടെ കൊടുത്ത് ആ സ്ഥലം ഞാൻ വാങ്ങിക്കും. നിങ്ങൾ പൈസ തന്നില്ലെങ്കിൽ എൻ്റെ 50 ലക്ഷം പോകും, അതുകൊണ്ട് എനിക്ക് തിരിച്ചു തരില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിവേ പർച്ചേസ് എന്നല്ല പറഞ്ഞേക്കാം, എങ്ങനെയും പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് അവർ 50 ലക്ഷം അയാൾക്ക് കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് 1.5 കോടി രൂപയ്ക്ക് എൻ്റെ ബാങ്ക് ആക്സിസ് ബാങ്കാണ്, അവരോട് ലോണിന് ഞാൻ അപ്ലൈ ചെയ്ത് പർച്ചേസ് ചെയ്യാനുള്ള സ്ഥലമല്ലേ അവർ തരാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുത്ത് 25 ദിവസമേ ഉള്ളൂ. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കോ ഒരു 10-15-20 ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ മാനേജർ എൻ്റെ ഹോട്ടലിലേക്ക് വന്ന് ഫയലെല്ലാം തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ഇൻകം ടാക്സ് റെയ്ഡായി കേസ് പെൻഡിങ് ആയതുകൊണ്ട് 40 ലക്ഷം മാത്രമേ അനുവദിക്കുള്ളൂ, ബാക്കി കാശ് അനുവദിക്കില്ലെന്ന് പറഞ്ഞ് ഫയൽ തിരിച്ചു തന്നു. എനിക്ക് ബുദ്ധിമുട്ടായി. ഈ സമയത്തൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏത് വിഷയവും ദൈവത്തിൻ്റെ കൂടെ ചേർത്ത് വെക്കണം. ഒരു പ്രശ്നം വന്നപ്പോൾ കർച്ചൊരു ബഹളവും പ്രശ്നവും ഒന്നുമില്ല. എൻ്റെ ടേബിളിൽ തന്നെ മാതാവിൻ്റെ രോഗമുണ്ട്. ഞാൻ മാതാവിനോട് പറഞ്ഞ് നിൻ്റെ 50 ലക്ഷം പോയി, 50 ലക്ഷം പോയി കിട്ടി എന്ന് ഞാൻ പറഞ്ഞ് ഒരു കൊന്തയും ചൊല്ലി അവിടെ ഇരിക്കുമ്പോൾ ഈ ബാങ്കിൽ നിന്ന് എന്നെ റിജക്റ്റ് ചെയ്തെന്ന് പറഞ്ഞു ഒരു പയ്യൻ ഒരു റബ്ബർ ചെരുപ്പ് വലത്തൊരു ചെരുപ്പ് ഇട്ട് ഒരു ബാഗും തൂക്കി റിസപ്ഷനിൽ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞു ഒരു പയ്യൻ കാത്തിരിക്കാമെന്ന്. അയാൾ വന്ന് അപ്പോൾ അത് റിലയൻസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടാണ് ഫിനാൻസ്, ഞാൻ കേട്ടിട്ട് പോലുമില്ല. അയാൾ വന്ന് എന്നോട് പറഞ്ഞ് നിങ്ങളെ ബാങ്ക് അവിടെ റിജക്റ്റ് ചെയ്തെന്ന് ഞാൻ അവിടെ നിന്ന് അറിഞ്ഞായിരുന്നു, ഞങ്ങൾ ഫിനാൻസ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുമോ, എനിക്ക് വലിയ വിശ്വാസമൊന്നും തോന്നിയില്ല. ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ അയാൾ ആകെ 2 പേജ് മാത്രമേ ഒപ്പിട്ട് വാങ്ങിച്ചോളൂ. ആക്സിസ് ബാങ്ക് ഇത്രയും കെട്ടി പേപ്പർ ഒപ്പിട്ട് വാങ്ങിച്ചിട്ട് റിട്ടേൺ ചെയ്തായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കറക്റ്റ് നമുക്ക് ഇനി ഒരു 8 ദിവസം സമയമുള്ളൂ, അതിനകത്ത് കിട്ടുമോ, അല്ലെങ്കിൽ ഞാൻ 50 ലക്ഷം അഡ്വാൻസ് കൊടുത്തിരിക്കുക ആ പൈസ പോകും. അയാൾ പറഞ്ഞ് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ട് അയാൾ പോയി. ഒരു കാർഡും തന്നു, അവർ ഓഫീസിൽ കാർഡ് തന്നു. ഞാനിത് 2-ാം തീയതിയാണ് രജിസ്ട്രേഷൻ. 1-ാം തീയതി അയാളെ വിളിച്ചിട്ട് അയാൾ ഫോൺ എടുക്കുന്നില്ല, അയാൾ ഫോണും എടുക്കുന്നില്ല, കാണുന്നില്ല. അപ്പോൾ അന്ന് ഇവർ ബാംഗ്ലൂരിൽ ഇരുന്ന് അവരുടെ അമ്മയുടെ പേരിലുള്ള സ്ഥലം അയാൾ അമ്മയും വിളിച്ചുകൊണ്ട് വന്നിരിക്കുക. അപ്പോൾ തലേദിവസം തന്നെ വന്ന് അപ്പോൾ എന്നോട് പറഞ്ഞ് നാളെ അല്ലേ രജിസ്ട്രേഷൻ, 2-ാം തീയതി അല്ലേ രജിസ്ട്രേഷൻ, അതേന്ന് ഞാൻ പറഞ്ഞ്. അപ്പോൾ കാലത്തെ വെക്കണം, ഉച്ചയ്ക്ക് സെഷൻ വെക്കണം. ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് സെഷൻ വെക്കാമെന്ന്. ഇയാൾ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ ആ കാർഡും എടുത്തിട്ട് ആ തപ്പി അവരുടെ അഡ്രസ്സ് നോക്കിപ്പോയപ്പോൾ അതൊരു അപ്പാർട്ട്മെൻറ്റാണ്. അപ്പാർട്ട്മെൻറ്റിൽ ഒരു ചെറിയ മുറിയാണ്, അതിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് റിലയൻസ് ക്യാപിറ്റൽ. അതിൽ അടിച്ചപ്പോഴത്തേക്ക് ഒരു വാച്ച്മാന് പുറത്തേക്ക് വേണ്ട ഒരു ചെറിയ മുറിയാണ്. അയാൾ പറഞ്ഞ് അയാൾ ഇവിടെ ഇല്ല, പുറത്തെവിടെയോ പോയിരിക്കുകയാണെന്ന്. അപ്പോൾ അയാൾ ഫോൺ എടുക്കുന്നില്ല. അയാളുടെ മെസ്സേജ് മൊബൈലിൽ അയച്ച് ടുമോറോസ് രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ഞങ്ങളെ പൈസ പോകും, നീ റെസ്പോണ്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഇവിടെ ഈ ഡോക്യുമെൻ്റ് വാങ്ങിക്കണം. അപ്പോൾ ഡോക്യുമെൻ്റ് റൈറ്റർ എന്നോട് വിളിച്ചു പറയുക രജിസ്ട്രേഷൻ ചെയ്യുകയാണെങ്കിൽ 10 ലക്ഷം രൂപയുടെ പേപ്പേഴ്സിനുള്ള പൈസ കെട്ടണം, ബാക്കി നാളെ കെട്ടിയാൽ മതിയെന്ന്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ള ആൾ എന്നോട് ചോദിക്കുക ലോൺ ശരിയായില്ലല്ലോ എന്ത് ചെയ്യുമെന്ന്. ഞാൻ പറഞ്ഞു പൈസയൊക്കെ വരുമെന്ന് പറഞ്ഞു. എനിവേ പർച്ചേസ് അല്ലേ, ദൈവമല്ലേ പറഞ്ഞത്, നമുക്ക് മെസ്സേജ് കിട്ടിയതല്ലേ എന്ന് പറഞ്ഞിട്ട് അതാണ് സ്റ്റേ വിത്ത് ഗോഡ്. ഞാനത് 10 ലക്ഷവും കൊടുത്ത്, അപ്പോൾ 50 പോകും, ഈ 10 പോകും. പ്രശ്നം അതാണ്. ഇതും കൂടി കൊടുത്ത് ഞാൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് പത്രം എഴുതിപ്പിച്ച് അടുത്ത ദിവസം കാലത്ത് ആയപ്പോഴത്തേക്ക് ഇയാളെ കാണുന്നില്ല. ഞാൻ ഒരു 12 മണിയായപ്പോഴേക്ക് രജിസ്ട്രി ഓഫീസിൽ പോയി. അവിടെ നിന്നിട്ട് 3 മണിക്കാണ് രജിസ്ട്രേഷൻ. 2 മണിക്ക് രജിസ്ട്രി ഓഫീസ് ലഞ്ചിന് പൂട്ടും, 3 മണിക്ക് ഫസ്റ്റ് സ്ലോട്ട് നമ്മളെ രജിസ്ട്രേഷനാണ്. ഞാൻ അവിടെ ഇരുന്ന് കൊന്തയും ചൊല്ലി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇപ്പോഴെങ്കിലും പറയണമെന്ന് തോന്നി. എന്നോട് കൂടെ ഒരാൾക്ക് മാത്രം അറിയാം പൈസ വന്നിട്ടില്ല, അവരോട് പറയാം. നോ, നമുക്ക് അവസാന നിമിഷം വരെ ദൈവത്തിൻ്റെ കൂടെ നിൽക്കണം. 3 മണിയല്ലേ, 3 മണി ആയിക്കോട്ടെ, 2:59 ആയിക്കോട്ടെ, നിൽക്കുക. അവരൊക്കെ അവിടെ വന്ന് നിൽക്കുക. ബാക്കി കാശ് അവിടെ 1.5 കോടി രൂപ ഞാൻ അവർക്ക് കൊടുക്കണം. കൊടുത്താൽ അവർ രജിസ്റ്റർ ചെയ്ത് തരും. ഞാൻ അവിടെ നിൽക്കുക.
അല്ലെങ്കിൽ അത് നമ്മുടെ പേര് പോവും, അപമാനമാണ്, എല്ലാമാണ്. പക്ഷെ നത്തിങ്, അതിനേക്കാളും വലിയവനാണ് ദൈവം. ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുക. അപ്പോൾ പോകുന്ന സ്ഥലത്തൊക്കെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. അവിടെ 2 മണിയായപ്പോഴത്തേക്ക് ലഞ്ച് ടൈമായി. അവിടെ ഞാൻ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് അവരെല്ലാം വന്ന് അവരും ഭക്ഷണം കഴിച്ചിട്ടൊന്നും ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയില്ല. അവിടെ ചെയറിലിരിക്കുകയാണ്. 3 മണിക്ക് ലഞ്ച് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് രജിസ്ട്രേഷൻ എൻ്റെ ആണ്. ഞാൻ റൂട്ടിൽ അവരെല്ലാം അവിടെ വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ കാശ് കൊടുക്കണം. അതിന് മുമ്പ് അവർക്ക് DD കൊടുക്കണം. ഞാൻ അവിടെ നിൽക്കുക. 2:50 ആയപ്പോഴത്തേക്കും ഞാൻ റൂട്ടിൽ നിൽക്കുമ്പോൾ ദൂരെ ബൈക്ക് കണ്ട്. അപ്പോൾ അവരുടെ വക്കീലും ബാക്കിൽ ഈ പയ്യനും വന്നിട്ട് എൻ്റെ കയ്യിൽ, അതുവരെ അയാൾ ഫോൺ എടുത്തിട്ടില്ല, 3 ലക്ഷത്തിൻ്റെ DD എൻ്റെ കയ്യിൽ തന്ന് അത് കൊടുത്ത് രജിസ്ട്രേഷൻ ചെയ്യിക്കും. മനസ്സിലാവും. അതിന് മുമ്പേ ഞാൻ സംശയിച്ചെങ്കിൽ നടക്കില്ല, 50 ലക്ഷം വേണ്ട, ഒരു 25 എടുത്തിട്ട് 25 ആൾക്കാർ അതേ പറയൂ. ഇല്ലെങ്കിൽ ഒരു 40 എടുത്തിട്ട് 10 എന്താ പറ്റിപ്പോയിന്ന്, അതൊന്നുമില്ല. 50 പോയി, മൊത്തം പോയാലും, നമ്മളെ സ്വത്ത് മൊത്തം പോയാലും ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിന്നാൽ ദൈവം നമ്മളെ കൂടെ ഉണ്ടാവും. ദൈവത്തിൻ്റെ പ്രസൻസ് ഞാൻ അനുഭവപ്പെടും. പ്രൈസ് ദി ലോർഡ്.